രുചിഭേദങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള പാലട പായസമാണ്. അപ്പോൾ പാലൊക്കെ വറ്റിച്ചെടുത്ത് ഉണ്ടാക്കണ ഒരു രീതിയിലാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കണേ കേട്ടോ. നല്ല സ്വാദാണത് കഴിക്കാൻ. അതുമാത്രമല്ല ഇത് നമ്മൾ സദ്യയിലൊക്കെ പോയി കഴിക്കണ ഒരു പാലട പായസം ഉണ്ടല്ലോ, ഏകദേശം അതിൻ്റെ സ്വാദുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണേ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാനിന്ന് പാലട ഉണ്ടാക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങണ ആ ഒരു അടയുടെ പാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് എടുക്കുക. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻസ് അതേപോലെ അട വേവിക്കാനായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് തിളച്ച വെള്ളത്തിൽ 1 മണിക്കൂർ ഇട്ട് വെക്കാനാണ്. അപ്പോൾ ഞാൻ അതുപോലെയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ 1 ലിറ്റർ പാലിലാണ് ഇന്ന് ഈ ഒരു പായസം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 70 ഗ്രാം അടയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന അട വളരെ ചെറുതാട്ടോ, നല്ല പൊടിയായിട്ടുണ്ട്. അപ്പോൾ അട വേവിക്കാനായിട്ട് ഞാൻ 1/2 ലിറ്റർ വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങണ നേരത്ത് നമുക്ക് ഈ അട ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ടുള്ള ആ വേവ് ആയി കിട്ടുക. അപ്പോൾ അതാ 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇൻ കേസ് നിങ്ങളുടെ അട വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ അതേപോലെ ഫോളോ ചെയ്യുക. അപ്പോൾ ഓരോ അട ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ വേവ് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ എൻ്റെ അട ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം മുഴുവൻ നമുക്ക് ഊറ്റിക്കളയാം കേട്ടോ. അട മാത്രമായിട്ട് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സിങ്കിൽ ഡയറക്റ്റായി ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. അപ്പോൾ പാലട ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് അതൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ M ജയചന്ദ്രന് വേണ്ടിയിട്ട് എനിക്ക് പാലട പായസം അദ്ദേഹം ചെന്നൈയിൽ സ്റ്റുഡിയോയിൽ വന്ന ടൈമിൽ ആദ്യമായിട്ട് ഞങ്ങൾ കാണാൻ പോയ സമയത്ത് ഉണ്ടാക്കി കൊണ്ടുപോകാൻ സാധിച്ചു. പിന്നീട് ഒരു തവണ കൂടെ അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ സമയം അദ്ദേഹം പറഞ്ഞു പായസം നന്നായിരുന്നു, വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത അതേ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ അടിയിൽ പോയിട്ട് പാലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. പിന്നെ നമ്മുടെ ഈ പായസത്തിന് വേണ്ടത് നല്ല ആടെയുള്ള തിക്കായിട്ടുള്ള പാലാണ്. അപ്പോൾ ഞാനിന്ന് എടുക്കുന്നത് മിൽമയുടെ ലോങ് ലൈഫാണ്. 1 ലിറ്റർ ആട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളവും നെയ്യും കൂടെ നന്നായിട്ട് തിളച്ച ശേഷം മാത്രമേ പാല് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ പാല് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഏകദേശം ഒരു 1/4 ഭാഗമൊക്കെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിന് ഏകദേശം 10-20 മിനിറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താലും മതി, അടുത്തന്നെ നിൽക്കണം എന്നില്ല. അപ്പോൾ ഇതാ പാല് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളം അതുപോലെ തന്നെ പാലിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി ഇതെല്ലാം കൂടെ ഒന്നായിട്ട് കൂടി ചേർന്ന് കുറച്ചൊന്ന് കൊഴുത്ത് വരണ സമയത്താണ് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ച പാലും വെള്ളവും കൂടെ ചേർന്ന് ഏകദേശം ഒരു 1/4 ഭാഗം കുറുകി വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ അട ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ പാല് കുറുകി വരുന്നത് നമുക്ക് പാത്രം കണ്ടാൽ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒഴിച്ച ആ ഒരു പാത്രത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ആട കെട്ടി അങ്ങനെ ഉണ്ടാവും. പിന്നെ അത് പാല് കുറുകി വരുമ്പോൾ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം കുറുകിയിട്ടുണ്ട് എന്നുള്ളത്. അതിന് ശേഷം നമുക്ക് ഞാൻ അട ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അടയിട്ട ശേഷമാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അട അല്ലെങ്കിൽ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് കൈവിടാതെ ഇളക്കുകയാണെങ്കിൽ കുറച്ച് പെട്ടെന്നാവും കേട്ടോ. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് പാൽ വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാദ് കൂടും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറുകി വരണ സമയത്താണ് അതിൻ്റെ യഥാർത്ഥ സ്വാദ് കിട്ടുക. അപ്പോൾ ഇനി പാലും അടയും കൂടെ ചേർന്നിട്ട് ഒരു 25% കുറുക്കിയെടുക്കണം. പാലടയുടെ യഥാർത്ഥ സ്വാദ് എന്ന് പറയുന്നത് പാല് നമ്മൾ വറ്റിച്ച് കൊണ്ടുവരുന്ന സമയത്താണ്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് കണ്ടൻസ് മിൽക്കോ അതുപോലെ തന്നെ കാരമലൈസ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നാച്ചുറലായിട്ടുള്ള ആ ഒരു പിങ്ക് കളറ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത് തന്നെ കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ പാത്രത്തിൽ എവിടെയാണ് പാലുണ്ടായിരുന്നത് ആദ്യം, ഇപ്പോൾ എവിടെയാണ് ഉള്ളത് നോക്കൂ. അപ്പോൾ ഇത്രയും വറ്റിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതുമാത്രമല്ല നല്ലൊരു പിങ്ക് കളറ് വന്നിട്ടുണ്ട് നമ്മുടെ പായസത്തിന്. നിങ്ങൾക്ക് വീഡിയോയിലൂടെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട പാലും അടയും കൂടെ എത്രത്തോളം വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ അടയുടെ വേവ് കൂടുമോ എന്നുള്ളത്. അപ്പോൾ അട എത്രത്തോളം വെന്താലും ഒരു പ്രശ്നവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര ഇടണ സമയത്ത് ഈ അടയുടെ വേവ് ഒന്ന് കുറയും വീണ്ടും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെന്തുവല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ അടയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ 200 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എനിക്ക് പായസത്തിൽ നല്ല മധുരം വേണം കേട്ടോ. പായസമായി ഇരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല മധുരം തന്നെ വേണം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് മധുരം കുറവായി തോന്നിയത് കൊണ്ട് ഒരു 50 ഗ്രാം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്ത കണക്കുകൾ ഒന്നും കൂടെ പറയാം. അട 70 ഗ്രാം, പാല് 1 ലിറ്റർ, പഞ്ചസാര 250 ഗ്രാം. അപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും മധുരം ആവശ്യമില്ലാത്തവർക്ക് ഒരു 150 തൊട്ട് 200 വരെ ചേർക്കാം കേട്ടോ. അധികം മധുരം ഇഷ്ടമില്ലാത്തവർക്ക്, ഇതിലും കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 300 ഗ്രാം വരെ ചേർക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞ ശേഷം ഞാൻ വെറും 5 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ എന്തുകൊണ്ടാണ് പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒരുപാട് കുറുക്കാനായി നിൽക്കുകയാണെങ്കിൽ പഞ്ചസാരയിലെ വെള്ളം മൊത്തം പാലിലേക്ക് ഇറങ്ങി പിന്നെയും അത് വെള്ളം പോലെയാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് പഞ്ചസാര ഇട്ട് അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഓഫ് ചെയ്യണത്. അപ്പോൾ അടുക്കളയിൽ അധികം ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള ലൈറ്റിൽ കൊണ്ടുവന്ന് കാണിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ പായസം എത്രത്തോളം നമ്മൾ കുറുക്കിയെടുത്തു നോക്കൂ. അപ്പോൾ മേലെ കാണുന്ന ആ പാടയുടെ ഭാഗവും പായസം എവിടെ നിൽക്കണമെന്ന് നോക്കൂ. അപ്പോൾ ഏകദേശം 1/2 ലിറ്ററോളം കുറുക്കിയെടുത്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, നമ്മുടെ പായസത്തിന് ഒരു ലൈറ്റായിട്ടുള്ള ഒരു പിങ്ക് കളറാണ്. അപ്പോൾ നമ്മൾ ഈ പാല് കുറുക്കിയെടുക്കുമ്പോൾ കിട്ടണ ഒരു പിങ്ക് കളറാണ് ഇത് കേട്ടോ. പായസം ഉണ്ടാക്കാനായിട്ട് പാട നീക്കാത്ത നല്ല കട്ടിയായിട്ടുള്ള പാൽ തന്നെ എടുക്കണം, എന്നാൽ മാത്രമേ ഈ കളറ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ആറിയ ശേഷമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇനി കുറച്ചുകൂടെ ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് കൊഴുക്കും കേട്ടോ. അപ്പോൾ പായസത്തിൻ്റെ ശരിയായ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലും പഞ്ചസാരയും അടയും കൂടെ നന്നായിട്ട് യോജിച്ച് നന്നായിട്ട് നിൽക്കണം. നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണു. കണ്ടില്ലേ, അപ്പോൾ പാല് വേറെ അട വേറെ നിന്ന് കഴിഞ്ഞാൽ പായസത്തിന് സ്വാദേ ഉണ്ടാവില്ല. അപ്പോൾ എനിക്കിത് ഉണ്ടാക്കാനായിട്ട് ഏകദേശം 45 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അതേ രീതിക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്വാദോടുകൂടിയുള്ള പാലട പായസം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.